ഏവർക്കും സ്റ്റഡി ലൈഫ് മീഡിയയുടെ ആശംസകൾ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആധുനിക വിപ്ലവങ്ങളിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്നറിയപ്പെടുന്ന രക്തരഹിത വിപ്ലവത്തെക്കുറിച്ചും ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ചുമുള്ള ക്ലാസ്സാണ്. പാർലമെന്ററി ജനാധിപത്യ സമ്പ്രദായത്തിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ്. ബ്രിട്ടീഷ് പാർലമെന്റിനെ പാർലമെന്റുകളുടെ മാതാവെന്നാണ് വിളിക്കുന്നത്. എന്നാൽ ജനാധിപത്യത്തിൻ്റെ മാതാവെന്നറിയപ്പെടുന്നത് ഗ്രീസാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ ജന്മദേശം എന്നറിയപ്പെടുന്നതും ഇംഗ്ലണ്ടാണ്. ഹെൻറി ഒന്നാമൻ്റെ കാലത്താണ് ഇംഗ്ലണ്ടിൽ പാർലമെന്റ് ഉടലെടുത്തത്. ഹെൻറി ഒന്നാമൻ്റെ കാലത്താണ്. ഇംഗ്ലണ്ടിലെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മാഗ്ന കാർട്ട. 1215 ഇംഗ്ലണ്ടിലെ ജനങ്ങൾ അന്നത്തെ രാജാവായ ജോൺ രാജാവിനെ കൊണ്ട് റണ്ണിമീഡ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു അവകാശ പ്രമാണത്തിൽ ഒപ്പുവെപ്പിച്ചു. ഇതാണ് മാഗ്ന കാർട്ട എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ മാഗ്ന കാർട്ട ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജാവ് ജോൺ രാജാവ്, സ്ഥലം റണ്ണിമീഡ്, വർഷം 1215. ഇംഗ്ലണ്ടിലെ രാജാക്കന്മാരായ സ്റ്റുവർട്ട് രാജാക്കന്മാർ രാജാധികാരം ദൈവദത്തമാണെന്ന കാര്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. സ്റ്റുവർട്ട് രാജാവായ ചാൾസ് ഒന്നാമൻ 1629 പാർലമെന്റ് പിരിച്ചുവിട്ടു. 1629 മുതൽ 1640 വരെ ഇംഗ്ലണ്ടിൽ പാർലമെന്റ് ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമാണ് ഉണ്ടായിരുന്നത്. 1640 അദ്ദേഹം പാർലമെന്റ് വീണ്ടും വിളിച്ചുകൂട്ടി. പിന്നീട് ഇംഗ്ലണ്ടിൽ പാർലമെന്റും രാജാക്കന്മാരും തമ്മിലുള്ള ഒരു ആഭ്യന്തര യുദ്ധം ആരംഭിക്കപ്പെട്ടു. അങ്ങനെ 1640 ഇംഗ്ലണ്ടിൽ പാർലമെന്റും രാജാക്കന്മാരും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധം ആരംഭിക്കപ്പെട്ടു. 1649 ആ പാർലമെന്റ് ഇംഗ്ലീഷ് രാജാവായ ചാൾസ് ഒന്നാമനെ പിടികൂടി വധിച്ചു. ഇംഗ്ലണ്ടിലെ ആഭ്യന്തര വിപ്ലവ സമയത്ത് വധിക്കപ്പെട്ട രാജാവ് എന്ന് പറയുന്നത് ചാൾസ് ഒന്നാമനാണ്. പാർലമെന്റുകളുടെ നേതാവായ ഒളിവർ ക്രോംവെൽ പ്രൊട്ടക്ടർ എന്ന പേരിൽ ഇംഗ്ലണ്ടിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തു. അങ്ങനെ പ്രൊട്ടക്ടർ എന്ന പേരിൽ ഇംഗ്ലണ്ടിൻ്റെ ഭരണം ഏറ്റെടുത്തത് ഒളിവർ ക്രോംവെല്ലാണ്. 1649 മുതൽ 1660 വരെ പാർലമെന്റാണ് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത്. രാജാവിൻ്റെ ഭരണം കൊണ്ട് പൊറുതിമുട്ടിയാണ് ജനങ്ങൾ പാർലമെന്റിനെ അധികാരത്തിലേറ്റിയത്. പക്ഷെ പാർലമെന്റിൻ്റെ ഭരണം രാജാധികാരത്തെ പോലും കവച്ചു വയ്ക്കാൻ തുടങ്ങിയപ്പോൾ ജനങ്ങൾ വീണ്ടും രാജഭരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. വധിക്കപ്പെട്ട രാജാവായ ചാൾസ് ഒന്നാമൻ്റെ പുത്രനായ ചാൾസ് രണ്ടാമനെ അവർ ഇംഗ്ലണ്ടിലെ രാജാവായിട്ട് വാഴിച്ചു. ഏത് ഇംഗ്ലീഷ് രാജകുമാരനാണ് സ്ത്രീധനമായിട്ട് ബോംബെ കിട്ടിയത് എന്നുള്ള ചോദ്യം PSC പരീക്ഷകളിൽ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം ചാൾസ് രണ്ടാമനാണ്. പോർട്ടീസ് രാജകുമാരിയായ കാതറയിനെ വിവാഹം കഴിച്ചപ്പോൾ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായിട്ട് ലഭിച്ച പ്രദേശമാണ് ബോംബെ എന്ന് പറയുന്ന പ്രദേശം. ഈ ചാൾസ് രണ്ടാമനും അദ്ദേഹത്തിൻ്റെ സഹോദരനായ ജെയിംസ് രണ്ടാമനും രാജാധികാരം വീണ്ടും അരക്കിട്ടുറപ്പിക്കാൻ തുടങ്ങിയോടുകൂടി ജനങ്ങൾ വീണ്ടും രാജാവിനെതിരെ തിരിഞ്ഞു. അതിനെ തുടർന്നാണ് ഇംഗ്ലണ്ടിൽ രക്തരഹിത വിപ്ലവം ഉണ്ടായത്. അങ്ങനെ രക്തരഹിത വിപ്ലവം നടന്ന സമയത്തുള്ള രാജാവ് എന്ന് പറയുന്നത് ജെയിംസ് രണ്ടാമനാണ്. 1688 രക്തരഹിത വിപ്ലവം നടന്നത്. രക്തരഹിത വിപ്ലവം നടന്ന സമയത്തുള്ള രാജാവെന്ന് പറയുന്നത് ജെയിംസ് രണ്ടാമനാണ്. അപ്പോൾ ഇംഗ്ലണ്ടിലെ രാജാക്കന്മാരെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ PSC പരീക്ഷകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ജെയിംസ് ഒന്നാമൻ, ജെയിംസ് രണ്ടാമൻ, ചാൾസ് ഒന്നാമൻ, ചാൾസ് രണ്ടാമൻ. ഏത് രാജാവിൻ്റെ കത്തുമായിട്ടാണ് ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് ജഹാംഗീറിൻ്റെ കൊട്ടാരത്തിലെത്തിയത്? അത് ജെയിംസ് ഒന്നാമനാണ്. 17-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇംഗ്ലണ്ടിൽ മതപീഡനം നടത്തിയ രാജാവും ഈ ജെയിംസ് ഒന്നാമനാണ്. ജെയിംസ് ഒന്നാമൻ്റെ മതമർദ്ദനങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടിയാണ് പ്രൊട്ടസ്റ്റന്റ് മതവിശ്വാസികളായ കുറേ ഇംഗ്ലീഷുകാർ മേഫ്ലവർ എന്ന് പറയുന്ന കപ്പലിൽ കയറി പുതിയ ഭൂഖണ്ഡമായ അമേരിക്കയിലേക്ക് പോയത്. അത് ജെയിംസ് ഒന്നാമൻ്റെ കാലത്താണ്. ഇംഗ്ലണ്ടിലെ ആഭ്യന്തര വിപ്ലവ സമയത്ത് വധിക്കപ്പെട്ട രാജാവ് ചാൾസ് ഒന്നാമനാണ്. ഏത് ഇംഗ്ലീഷ് രാജകുമാരനാണ് സ്ത്രീധനമായിട്ട് ബോംബെ പ്രദേശം ലഭിച്ചത്? അത് ചാൾസ് രണ്ടാമനാണ്. രക്തരഹിത വിപ്ലവം നടക്കുന്ന സമയത്തുള്ള രാജാവ്
ജെയിംസ് രണ്ടാമനാണ്. ഇപ്പോൾ ചാൾസ് രണ്ടാമന് ശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരനായ ജെയിംസ് രണ്ടാമൻ ഇംഗ്ലണ്ടിലെ രാജാവായി. അദ്ദേഹം വീണ്ടും രാജാധികാരം അരക്കിട്ട് ഉറപ്പിക്കുന്നതിന് ശ്രമിക്കാനായിട്ട് തുടങ്ങി. ഒരു കത്തോലിക്ക മതവിശ്വാസിയായിരുന്ന ജെയിംസ് രണ്ടാമൻ കത്തോലിക്കരെ എല്ലാം ഉയർന്ന ഉദ്യോഗങ്ങളിൽ നിയമിച്ചു. എന്നാൽ മതനവീകരണത്തിന് ശേഷം ഇംഗ്ലണ്ട് ഒരു പ്രൊട്ടസ്റ്റന്റ് രാജ്യമായിട്ട് മാറിയതാണ്. ഇംഗ്ലണ്ടിലെ ഭൂരിഭാഗം ജനങ്ങളും പ്രൊട്ടസ്റ്റന്റ് മതവിശ്വാസികളായിരുന്നു. പക്ഷേ രാജാവ് വീണ്ടും കത്തോലിക്ക മതത്തെ സംരക്ഷിക്കുന്നതിനും കത്തോലിക്കാർ ഉയർന്ന ഉദ്യോഗത്തിൽ നിയമിക്കുന്നതിനൊക്കെ ശ്രമിച്ചപ്പോഴാണ് ജനങ്ങൾ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞത്. അവർ ചാൾസ് രണ്ടാമൻ്റെ പുത്രിയായ മേരിയെയും അവരുടെ ഭർത്താവായ വില്യമിനെയും ഇംഗ്ലണ്ടിലേക്ക് ക്ഷണിച്ചു. ഒരു വലിയ സൈന്യവുമായിട്ട് അവർ ഇംഗ്ലണ്ടിലെത്തി. ഭയാകുലനായിത്തീർന്ന രാജാവ് തൊട്ടടുത്ത രാജ്യത്തിലേക്ക് പലായനം ചെയ്തു. 1688 നടന്ന ഈ അധികാര കൈമാറ്റം രക്തരഹിത വിപ്ലവം അല്ലെങ്കിൽ മഹത്തായ വിപ്ലവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെ മഹത്തായ വിപ്ലവം നടക്കുന്ന സമയത്തുള്ള രാജാവ് ജെയിംസ് രണ്ടാമനാണ്. അതിനുശേഷം ഓറഞ്ചിലെ വില്യമും മേരിയും ഇംഗ്ലണ്ടിലെ സംയുക്ത ഭരണകർത്താക്കളായി. അവരുടെ കാലത്ത് പാർലമെൻറ്റ് ഒരുപാട് നിയമങ്ങൾ പാസ്സാക്കിയെടുത്തു. ബിൽ ഓഫ് റൈറ്റ്സ് പോലുള്ള നിയമങ്ങൾ പാസ്സാക്കിയെടുക്കുകയാണ് ചെയ്തത്. രാഷ്ട്രീയ പാർട്ടികളുടെ ജന്മദേശം എന്നറിയപ്പെടുന്നതും ഇംഗ്ലണ്ടാണ്. രാഷ്ട്രീയ പാർട്ടികൾ ആദ്യമായിട്ട് ഉടലെടുത്തത് ഇംഗ്ലണ്ടിലാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പാർട്ടികളുള്ളത് ഇന്ത്യയിലാണ്. ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പാർട്ടികളുള്ളത്, ആ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക എന്നറിയപ്പെടുന്ന രണ്ട് ഭൂഖണ്ഡങ്ങളുണ്ട്. അതിൽ വടക്കേ അമേരിക്കയിലെ കാനഡ, അമേരിക്കൻ ഐക്യനാടുകൾ, മെക്സിക്കോ കഴിഞ്ഞതിന് ശേഷമുള്ള കൊച്ചു രാജ്യങ്ങളും തെക്കേ അമേരിക്ക മൊത്തത്തിൽ അറിയപ്പെടുന്ന പേരാണ് ലാറ്റിൻ അമേരിക്ക. ലാറ്റിൻ ഭാഷ സംസാരിച്ചിരുന്ന സ്പെയിൻകാരും പോർട്ടുഗീസുകാരുമാണ് ഇവിടെ ആധിപത്യം സ്ഥാപിച്ചത്. ലാറ്റിൻ അമേരിക്കയിൽ കോളനികൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി മത്സരിച്ച രണ്ട് രാഷ്ട്രങ്ങളാണ് പോർട്ടുഗലും സ്പെയിനും. അവർ തമ്മിൽ മത്സരങ്ങൾ ആരംഭിച്ചു. അതിൽ ബ്രസീലാണ് പോർട്ടുഗീസുകാർക്കുണ്ടായിരുന്ന ഏക ലാറ്റിൻ അമേരിക്കൻ കോളനി. ബാക്കിയെല്ലാം സ്പെയിൻകാർക്കാണ് ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞത്. ലാറ്റിൻ അമേരിക്കൻ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ 3 വ്യക്തികളാണ് ജോസ് ദെ സാൻ മാർട്ടിൻ, സൈമൺ ബൊളിവർ, ഫ്രാൻസിസ് മിരാണ്ട. അപ്പോൾ ഫ്രാൻസിസ് മിരാണ്ട, സൈമൺ ബൊളിവർ, ജോസ് ദെ സാൻ മാർട്ടിൻ എന്നിവരാണ് ലാറ്റിൻ അമേരിക്കൻ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ഫ്രാൻസിസ് മിരാണ്ട, സൈമൺ ബൊളിവർ, ജോസ് ദെ സാൻ മാർട്ടിൻ. ഈ 3 വ്യക്തികളാണ് ലാറ്റിൻ അമേരിക്കൻ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്.